ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു യാത്ര പോയാലോ? ട്രെയിൻ യാത്രയാണ് കേട്ടോ. ഇത്രയും മനോഹരമായ ഒരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ എന്നെനിക്കറിയില്ല. ഇതേപോലെ പൈനാപ്പിളും മുന്തിരിയും കുക്കുംബറും ഒക്കെ വാങ്ങി ഉപ്പുമുളകൊക്കെ ഇട്ടതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വായി തന്നെ വെള്ളം ഊർന്ന് പറയുമ്പോഴും അപ്പോൾ നമുക്കറിയാലോ എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാകുന്ന. എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യങ്ങളല്ലേ ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ വാങ്ങി കഴിച്ച് നമുക്ക് ട്രെയിനിലൊരു യാത്ര പോകാം. മനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ഇത് ശരിക്കും നിങ്ങൾ നേരിട്ട് കാണണം. ഇത് ഫോണിലൂടെ കാണുമ്പോൾ നമുക്ക് എന്തായാലും അറിയാലോ, ആ ഒരു ഭംഗിയും നമ്മളത് ഫീൽ ചെയ്ത് അറിയണം എത്രത്തോളം മനോഹരമാണ് ഈ കാഴ്ചകൾ എന്നുള്ളത്. ഇതെവിടെയാണെന്നല്ലേ, നമ്മൾ കോഴിക്കോട് ടു കോയമ്പത്തൂർ ഓർ കോഴിക്കോട് ടു തിരുപ്പൂരേക്കൊക്കെ ട്രെയിൻ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നൊരു ട്രെയിൻ യാത്ര ചെയ്യുന്നവർക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ചകളാണ്. എത്ര പേര് ഇത് കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ എത്രയോ പ്രാവശ്യം ട്രെയിൻ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ഞാൻ ടിക്കറ്റ് എടുക്കുക നൈറ്റ് ടൈമിൽ ടിക്കറ്റ് എടുത്തിട്ട് മോർണിംഗ് ടൈമിൽ അവിടെ എത്തുന്ന പോലെയാണ് ഞാൻ എപ്പോഴും ടിക്കറ്റ് എടുക്കുക. അതുകൊണ്ട് തന്നെ ഇത്രയും കാലം ഞാൻ ഈ ഒരു കാഴ്ച മിസ് ചെയ്തു. അപ്പോൾ നമ്മളെ സ്ഥലങ്ങൾ തന്നെ നമ്മൾ ഫസ്റ്റ് കണ്ട് ആസ്വദിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും കാലം ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്തിട്ട് കിടന്നുറങ്ങാതല്ലാതെ ഈ ഒരു ജേണി ഞാൻ ഇതുവരെ ആസ്വദിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈം ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഇത് മറ്റുള്ള ആൾക്കാരെയും കൂടെ എങ്ങനെ അറിയിക്കണം. ഞാൻ എന്നിട്ട് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു. അപ്പം ഓൾമോസ്റ്റ് അവരൊക്കെ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അവരൊന്നും ഈ കാഴ്ച കണ്ടിട്ടില്ല. ചിലരൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേങ്കിൽ ഇങ്ങനെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുത്തിട്ടില്ല എന്നുള്ള രീതിയിൽ. പക്ഷേങ്കിൽ ഇതെനിക്ക് ഞാൻ അത്രയും സ്ലോയിലാണ് കേട്ടോ ഈ ട്രെയിൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാം. ഒരു പാട്ടും കേട്ട് ഈ ട്രെയിനിൽ ഈ മലകളും കാടുകളും കുന്നുകളും അരുവികളും, നമ്മളിങ്ങനെ ട്രെയിൻ പോകുന്നതിൻ്റെ അടിയിലൂടെ ഇങ്ങനെ അരുവികൾ ഇങ്ങനെ പോകും, ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും. ഇതൊക്കെ കാണുമ്പം തന്നെ എന്താ ഫീൽ എന്നെനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. അപ്പോൾ ഇങ്ങനെ ഇതിലൂടെ ട്രാവൽ ചെയ്തിട്ടുള്ള കുറേ ആൾക്കാരുണ്ടാവും. ഇത്രയും കാലം ഇതിലൂടെ ട്രാവൽ ചെയ്തിട്ട് കാണാത്ത എന്നെ പോലെ ഉള്ള കുറേ ആൾക്കാരുണ്ടാവും. നൈറ്റ് ടൈമൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയിലൂടെയാണ്, ഈ കാട്ടിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മളീ പോകുന്നത്, ഈ മലകൾക്ക് അരികിലൂടെയാണ് നമ്മളീ പോകുന്നത് എന്നറിയാത്ത കുറേ ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർ, ഞാനൊരു ഹമ്പിൾ റിക്വസ്റ്റാണ്, നിങ്ങളൊരു ടിക്കറ്റ് എടുക്കുക, എന്നിട്ട് ഈ ട്രെയിൻ യാത്ര ഒന്ന് ആസ്വദിച്ച് പോവുക. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നതുകൊണ്ടായിരിക്കും. ഇത് നട്ടുച്ച ടൈമാണ്. കണ്ടാൽ പറയോ, ഫുള്ള് നല്ല കുളിര് കോരി മഞ്ഞണിഞ്ഞ മലകളും നമ്മളെ പച്ചപ്പ് നിറഞ്ഞ കാടുകളും അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു കുഞ്ഞു അരുവികളും. എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചയാണെന്നറിയോ. ഈ മൃഗങ്ങളും ഉണ്ടാവും കേട്ടോ ഇതിൽ. ബോർഡ് ഇടയ്ക്ക് കാണാൻ പറ്റും, ആന ഇറങ്ങുന്ന സ്ഥലങ്ങളിലൊക്കെ ഉള്ള ബോർഡുകൾ. അപ്പോൾ അവിടെയൊക്കെ അത്രയും സ്ലോ ആയിട്ടാണ് ട്രെയിൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇതുപോലെ ആനകളൊക്കെ ഇറങ്ങുന്നത് കൊണ്ടായിരിക്കും. ഞാൻ ആകെ കുറേ കുരങ്ങന്മാരെ, മയിലുകൾ, പക്ഷികളൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ഇങ്ങനത്തെ മൃഗങ്ങളെ കണ്ടിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും എന്ന് വെച്ചാൽ മഴയുള്ള ടൈം ആയതുകൊണ്ട് മൃഗങ്ങളൊന്നും പുറത്തിറങ്ങായിട്ടായിരിക്കും. പിന്നെ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഈ മലകൾ എങ്ങനെ ഈ ഫോണിൽ ഞാൻ അത്രയും 2x-ലും 1x-ലും ഒക്കെ ആയിട്ട് എടുക്കുകയാണ് ഈ വീഡിയോസ് എന്ന് പറയുന്നത്. ശരിക്കും നിങ്ങൾ കാണുകയാണെങ്കിൽ അത്രയും ഹൈറ്റിലാണ് ഈ മലകളുള്ളത്. അതുപോലെ തന്നെ ഈ കുന്നുകളും ഈ പാടങ്ങൾ, ഈ പനകൾ, ഇതൊക്കെ അത്രയും മനോഹരമായിട്ടാണുള്ളത്. നേരിട്ട് കണ്ട് നിങ്ങൾ ആസ്വദിക്കണം. ഇപ്പോൾ തെളിഞ്ഞ് നിൽക്കുന്ന ആകാശമല്ലേ, കുറച്ച് അപ്പുറത്തേക്കുള്ള എൻ്റെ കൂടെ തന്നെ യാത്ര വരും കേട്ടോ. കുറച്ച് അങ്ങോട്ടേക്ക് വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സെയിം ഏരിയാസ് പെട്ടെന്ന് ചേഞ്ച് ചെയ്തിട്ട് മഞ്ഞുകൊണ്ട്, മഴക്കാറ് കൊണ്ട് മൂടുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുക എന്ന് പറയുന്നത് തന്നെ എനിക്കിങ്ങനെ മലകൾ, കുന്നുകൾ, കാടുകൾ, പ്രകൃതി ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള, ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്കിതിങ്ങനെ പോസ്റ്റ് ഇടണമെന്ന് ഞാൻ വിചാരിച്ചത്. എന്നെപ്പോലെ ഇത്രയും കാലം ഇതിലൂടെ പോയിട്ട് ഇതൊന്നും അറിയാത്ത ആരെങ്കിലും ഉണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ലെ ഞാൻ മാത്രമാണോ? ഇത്രയും കാലം ഞാൻ എത്രയോ പ്രാവശ്യം ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത്രയും കുന്നുകളും മലകളൊക്കെ ഇടയിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് എന്നുള്ള സത്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇത് എത്ര മനോഹരമാണെന്നറിയോ. ഒരു 200 രൂപ ടിക്കറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സ്ലീപ്പറോ അല്ലെങ്കിൽ D1 ആ ഒരു കോച്ച്, ഇരുന്ന് പോകാൻ പറ്റുന്ന കോച്ച് എടുക്കണം. ജനറൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊന്നും കാണാൻ പറ്റില്ല, ആസ്വദിക്കാൻ പറ്റില്ല. അതെന്താണെന്ന് ട്രെയിനിൽ പോകുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു സ്ലീപ്പർ ഇരുന്ന് പോകാൻ പറ്റുന്ന സീറ്റ് എടുത്തിട്ട് തന്നെ നമ്മൾ ബുക്ക് ചെയ്തിട്ട് തന്നെ പോവുക. എന്നാൽ നമുക്കിതൊക്കെ ആസ്വദിക്കാം. അത്രയും സ്ലോയിൽ ട്രെയിൻ പോകുന്നുണ്ട്. ഒരു പാട്ടൊക്കെ വെച്ച്, ഇടയ്ക്കിടയ്ക്ക് മഴയും കൂടെ പെയ്യുമ്പോൾ പിന്നെ പൊള്ളിയാണ്, പറയാനില്ല. പിന്നെ നമ്മൾ സേഫ്റ്റിയൊക്കെ നോക്കിയിട്ട് തന്നെ വീഡിയോസ്, ഫോട്ടോസൊക്കെ എടുക്കുക. സ്ലോ ആയി പോകുന്നത് കൊണ്ട് വലിയ പേടിക്കാനൊന്നുമില്ല. പിന്നെ ഇതേപോലെ കഴിക്കാൻ, അത് പിന്നെ ട്രെയിനിൽ ഇങ്ങനെ അവർ
കൊണ്ടുവരും. അപ്പോൾ നമ്മൾ വാങ്ങി കഴിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും കൈ കരുതി ഇതൊക്കെ കഴിച്ച് പാട്ടൊക്കെ കേട്ട് ഇതൊക്കെ ആസ്വദിച്ച് പോവുക. പിന്നെ മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം എൻ്റെ അമ്മമ്മ അങ്ങനെ കുറേ ആൾക്കാർ ട്രെയിനിൽ പോയിട്ടുണ്ടെങ്കിലും നൈറ്റ് ടിക്കറ്റ് എടുത്ത് മോർണിംഗ് അവിടെ എത്തുന്ന പോലെയൊക്കെയാണ് അവരും ഇതുവരെ പോയിട്ടുള്ളത്. അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്ഥലങ്ങളിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഇത്രയും കാലം അവർ പോയപ്പോൾ ഇങ്ങനെ മനോഹരമായ കാഴ്ചകളൊന്നും അവർ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ട്രെയിനിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് ഇത്രയും മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നുള്ളത് കാണാത്തവരെ ഒന്ന് അറിയിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ്. അപ്പം പറ്റുന്ന ആൾക്കാരൊക്കെ ഒന്ന് ഡേ ടൈമിൽ ടിക്കറ്റ് എടുത്ത് ഇതൊക്കെ ഒന്ന് ആസ്വദിച്ച് പോവുക. ഇഷ്ടമുള്ള ആൾക്കാർ, എന്നെപ്പോലെ ട്രെയിൻ യാത്ര ഇഷ്ടമുള്ളവർ, പ്രകൃതിയെ ഇഷ്ടമുള്ളവർ, മലകളും കാടുകളും കുന്നുകളും പച്ചപ്പിനെയും പ്രണയിക്കുന്ന ആൾക്കാർക്ക് ഇത് ആസ്വദിക്കാൻ ആസ്വദിച്ച് പോകാൻ നല്ല രസമായിരിക്കും. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കണ്ടവരുണ്ടെങ്കിൽ ഈ ഒരു മല, ഇത് ശരിക്കും എവിടെയാണ് സ്ഥലം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് മുതൽ തുടങ്ങുന്ന ഏരിയാസാണിത്. ഇതൊക്കെ ഭയങ്കര ഹൈറ്റിലാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ ഉള്ളത്, ഈ മലയൊക്കെ ഉള്ളത്. വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് തൊട്ടടുത്ത് പോലെ തോന്നുന്നുണ്ടാവും, പക്ഷെ 2x ആയിട്ട് എടുക്കുക. നിങ്ങൾ തുടക്കത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ഒരു ബോർഡ് ഗഡ് ബിഗിൻസ് എന്ന് പറഞ്ഞിട്ട്? അപ്പോൾ ഇത് നമ്മുടെ പശ്ചിമഘട്ട മലനിരകളാണ്. ഇതിന് മറ്റൊരു പേര് സഹ്യാദ്രി എന്നാണ്. ഇത് കേരളം, തമിഴ്നാട്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലൊക്കെ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പശ്ചിമഘട്ട മലനിരകളാണ്. നമ്മുടെ കേരളം തമിഴ്നാട് ബോർഡറിലാണ് ഇതുള്ളത്. പാലക്കാട് കഴിച്ചാൽ തൊട്ട് ഇത് തുടങ്ങുകയാണ്. ഇപ്പം ഇത് നമ്മൾ അവസാനിക്കാൻ പോവുകയാണ് ഈ ഗഡ്സ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളും ഈ ഗഡ്സൊക്കെ കണ്ട് ആസ്വദിച്ച് ഒരു ടിക്കറ്റൊക്കെ എടുത്ത് യാത്ര ചെയ്യുക. ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയിലായിട്ട് കാണാം. ഇവിടെ നമ്മളെ ഗഡ്സ് എൻഡ് ആവാണ്. ബൈ, താങ്ക് യു.